Hello everyone, welcome back to Mary Street. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മാംഗോ ഫിർണിയാണ്. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങയും കുറച്ച് അരിയും പാലും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡെസേർട്ടാണ്. അതുമല്ല നല്ല ടേസ്റ്റാണ്, നല്ലൊരു റിഫ്രഷിംഗ് ആണ് മാംഗോൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ. ഇനി മാങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, എന്നാലും മാങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടും ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ടെക്സ്ചറിലുള്ള, എന്നാലും നമ്മൾ ജലറ്റിനോ ഒന്നും ചേർക്കാതെ നല്ലൊരു പുഡിങ് പോലെ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് പോലെ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ട രണ്ട് മെയിൻ താരങ്ങളാണ് ഈ മാങ്ങയും അതുപോലെ അരിയും, നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുന്ന അരിയും. അപ്പോൾ അരി ഇവിടെ വെള്ളത്തിലിട്ട് 4-5 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അരി നന്നായി കഴുകിയതിന് ശേഷം അതൊന്ന് നല്ല വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു പിടി അധികം അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 4 ടേബിൾ സ്പൂണാണ് കണക്ക് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് കഴുകി വാരിയെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് തരി പോലെ എടുത്താൽ മതി. നമ്മുടെ റവയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു തരി പോലെ ഈ ഒരു പരുവത്തിനാണ് അത് കിട്ടുക. ഇനി ഇതിന് പകരം വേണമെങ്കിൽ ജീരകശാല അരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പാല് വേണം, ഒരു 4 കപ്പ് പാല്, അതായത് 250 ml കപ്പിൽ 4 കപ്പ് പാല്. പറയുകയാണെങ്കിൽ 1 ലിറ്റർ പാലാണ് വേണ്ടത്. അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം. നമുക്ക് പാല് തിളയ്ക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല. ഏകദേശം അത് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, തിളച്ച് പോവാതിരിക്കാൻ വേണ്ടി. ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്, ഒരു 12 മിനിറ്റോളം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നല്ല കട്ടിയായി വരും ആ പാല്. നല്ല കട്ടിയെന്നല്ല, ഒരു പകുതിയോളം ഒന്നും ആവില്ല കേട്ടോ, എന്നാലും ചെറുതായി അതിനകത്ത് വെള്ളമയൊക്കെ ഒന്ന് പോയി കിട്ടും. ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ആ അരച്ച് വെച്ച സംഭവം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പുമാവിനൊക്കെ ഇളക്കുന്ന പോലെ റവ ചേർത്ത പാടെ ഇളക്കുമല്ലോ, അതുപോലെ ഇളക്കാൻ ശ്രമിക്കട്ടെ. എൻ്റെ ട്രൈപോഡൊന്ന് പണിയുന്നതുകൊണ്ട് ഞാൻ പതുക്കെ ഇളക്കിയിട്ട് ചെറിയ കട്ടകളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ആ അരിയുടെ മിക്സ് ഇതിനായിട്ട് ഇളക്കി ചേർത്ത് നല്ല വേവിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് പിന്നെയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ബിരിയാണി അരി വേകാനായിട്ട് ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ അത് നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി അരി വെന്തിട്ടുണ്ട്, പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അരി വെന്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഇത് ഓപ്ഷണലാണ്, കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ. പിസ്ത എടുത്തിട്ട് അത് പൊടിച്ചതാണ്. പിസ്താഷ്യോസ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു പായസത്തിനേക്കാളും ഒരു ഇച്ചിരി കട്ടി, അങ്ങനെയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ എടുത്ത് വെച്ചാലാണ് തണുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി പോവും നമുക്കിത്. അപ്പോൾ ആ പാലൊന്ന് ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചൂടാക്കാൻ മടിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ പാല് തിളച്ചതിന് ശേഷം ഒരു 1/2 ടീൻ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ. നമുക്ക് മാങ്ങ ഒന്ന് പീൽ ചെയ്ത് ഒന്ന് പ്യൂര് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം, വെള്ളം ചേർക്കാതെ. ഈ ഒരു പരുവത്തിനാണ് കിട്ടുക. ഈ ഒരു മാങ്ങയ്ക്ക് നല്ലൊരു ഫ്ലേവറും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പുളിപ്പും അങ്ങനത്തെ ഒരു മാങ്ങയായിരുന്നു, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ഒരു വലിയ മാങ്ങയാണ് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ചെറുതാക്കി അരിഞ്ഞിട്ടതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ മിക്സ്, നമ്മുടെ ആ ഫിർണിയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ മാങ്ങ ചേർക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം മാങ്ങയിലുള്ള ചെറിയൊരു പുളി അതിലേക്ക് ചേരുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോവും. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. റോസ് വാട്ടറാണ് ഞാൻ ഇനി ചേർക്കുന്നത്, ഒരു 1.5 ടീസ്പൂൺ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് റോസ് വാട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിപ്പം സാധാരണ ഒരു ഫിർണിയായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിനും കഴിക്കാം, മാങ്ങ ചേർക്കാതെയും കഴിക്കാം. നമുക്ക് നല്ലൊരു റോസ് വാട്ടറിൻ്റെയും അല്ലെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളെങ്കിൽ അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തണുത്ത് കഴിയുമ്പോൾ ഇരിക്കുക. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു സ്വീറ്റാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനമാണല്ലേ ഇതൊക്കെ. മാങ്ങ വീട്ടിലുണ്ടാവുകയും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലേ, അധികം പുറത്തുനിന്നുള്ള സാധനങ്ങളൊന്നുമില്ല. ഞാനപ്പോൾ അതൊരു ചെറിയ കണ്ടെയ്നറിലേക്കും അതുപോലെ ഒരു വലിയ ഗ്ലാസ് ബോക്സിലേക്കും ഒന്ന് ആക്കി വെക്കുന്നുണ്ട്.
കണ്ടില്ലേ, നമ്മളൊരു സ്പാച്ചുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് ആ ചട്ടിയിൽ നിന്നൊക്കെ എല്ലാം പോരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഇനി മൂടി നമുക്കൊരു എത്ര സമയമാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ, ഫ്രീസറിലല്ല. എന്നിട്ട് ഇതിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ മാങ്ങയുടെ ക്യൂബ്സും കുറച്ച് പിസ്താഷ്യോ ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടെ ഞാൻ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ മാങ്ങയുടെ പീസസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചിട്ടത് കേട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത്യാവശ്യമുള്ള കാര്യമല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഫിർണി കഴിക്കാൻ നല്ലൊരു ക്രീമിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ ബിരിയാണി അരിയും പാലും പഞ്ചസാരയും മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിലുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെയൊക്കെ മണം ഇങ്ങോട്ട് പിടിക്കും. അതുകൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക രണ്ടും. ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെടുത്തു. അത്യാവശ്യം നല്ല കഴിക്കാൻ പാകത്തിനുള്ള തണുപ്പുമായിട്ടുണ്ട്. കണ്ടില്ല, അതിൻ്റെ ആ ടെക്സ്ചർ കണ്ടോ? നല്ല അടിപൊളി ഡെസേർട്ടിൻ്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ക്രീമിയാണ്, നല്ല ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രൺ ഉണ്ടല്ലോ, അത് കുങ്കുമപ്പൂവ്, അത് പാലിലിട്ടിട്ട് അത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി ഇതൊന്നും ചേർക്കണം എന്നില്ല, അതിൻ്റെ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഏലക്കാപ്പൊടിയും റോസ് വാട്ടറുമാണ് ചേർത്തത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാവേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.